ഹായ് നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും എല്ലാവരുടെ അടുത്തും പറയണോ വേണ്ടയോ എന്നുള്ള കാര്യമാണ്. ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ നടക്കുന്ന വഴക്കുകളായിരുന്നാലും പ്രശ്നങ്ങളായിരുന്നാലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരുന്നാലും അതുപോലെയുള്ള നമ്മളെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക. അങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പ്രശ്നങ്ങൾ നമ്മൾ ഇരട്ടിക്കുകയുള്ളൂ. നമ്മൾ ഇപ്പം എന്ത് തന്നെ ആയാലും ഇപ്പം നമ്മളെ വീട്ടിൽ ഇപ്പം വഴക്കും കാര്യമൊക്കെ ആണെങ്കിലും ഇത് നമ്മൾ മറ്റുള്ളവരോടൊത്ത് പറയുമ്പോൾ അത് നമ്മളിൽ കൂടുതലും നമ്മുടെ മനസ്സിൽ കൂടെ ആ ചിന്തകൾ കടന്നു പോവുകയും അത് ഇരട്ടിക്കുകയും ചെയ്യും. ആ സംഭവങ്ങൾ ഒന്നിന് കൂടുതൽ അത് ഇരട്ടിക്കാൻ ഇടയാകും. അതുമാത്രമല്ല, അത് കേൾക്കുന്ന ആൾക്കാർ എത്രത്തോളം നമ്മളെ ആശ്വസിപ്പിക്കണം അല്ലെങ്കിൽ നമ്മുടെ വേദനകളിൽ അവർ ഉൾപ്പെടുന്നു എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. നമുക്ക് എല്ലാവരെയും നമുക്കങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരായിരിക്കില്ല. നമ്മുടെ വേദനയും അവരുടെ വേദനയായിട്ട് എടുക്കുന്നവരൊക്കെ വളരെ കുറച്ച് മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് തന്നെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വഴക്കുകളായിരുന്നാലും അല്ലെങ്കിൽ വീട്ടിൽ നടക്കുന്ന എന്ത് തന്നെ പ്രശ്നങ്ങളായിരുന്നാലും നമ്മൾ എല്ലാവരോടുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. അത് കൂടുതൽ നമ്മൾ ആ പ്രശ്നങ്ങളിലേക്ക് വീണ്ടും വീണ്ടും പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടുകയും നമുക്ക് പ്രശ്നങ്ങൾ ഒഴിഞ്ഞ് സമയം ഇല്ലാത്ത അവസ്ഥ ആവുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ നിന്ന് തന്നെ ഒഴിവാക്കണം. അഥവാ ഉണ്ടെങ്കിലും നമ്മൾ അതിനെ പരിഹരിച്ച് അത് നെവർ മൈൻഡ് ആയിട്ടുള്ള മട്ടിലൊക്കെ പോകണം. അത് നമ്മൾ പറഞ്ഞ് അത് ഒരുപാട് പേരെടുത്ത് പറയുമ്പോൾ അത് നമ്മളിൽ പ്രശ്നങ്ങൾ ഇരട്ടിക്കാൻ കാരണമാവും. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കഴിവതും ആരെടുത്ത് പറയാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ ഒന്നാണ് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നമ്മുടെ ദാരിദ്ര്യാവസ്ഥയൊക്കെ മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് നടക്കരുത്. അതുപോലെ നമ്മൾ ഈ കടബാധ്യതയാണ്, നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണെന്ന് ഇങ്ങനെ നമ്മൾ ദിവസവും പറയുകയും നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് നടക്കുകയൊക്കെ ചെയ്യുമ്പോഴും അതും നമ്മളിൽ ഇരട്ടിക്കാൻ നമ്മൾ കാരണമാവും. നമ്മൾ സാമ്പത്തിക ബാധ്യതയൊക്കെ തന്നെ കൂടുതലേക്ക് നമ്മളിലേക്ക് അട്രാക്റ്റ് ആവും. നമ്മൾ ഇങ്ങനെ ചുമ്മാ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും വീണ്ടും വീണ്ടും നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്നത്. അതുകൊണ്ട് അത് നമ്മൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളൊക്കെ തിരഞ്ഞെടുക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ബട്ട് ഇങ്ങനെ എല്ലാവരുടെടുത്തും ഇങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, നമ്മൾ പ്രാരാബ്ധത്തിലാണ്, നമ്മൾ ദരിദ്രത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാതിരിക്കുക. നമ്മളെ പ്രശ്നങ്ങളും നമ്മളെ പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളൊക്കെ തന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ വെച്ചിരുന്നിട്ട് അത് പരിഹരിക്കാൻ നോക്കുക. അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കണമെന്നല്ല. അതൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ട് എങ്ങനെ നമുക്ക് വീട്ടാം, അതിൽ നിന്ന് സാമ്പത്തികമായിട്ട് എങ്ങനെ കരകയറാം എന്നൊക്കെയുള്ള ചിന്തകൾ കൊണ്ടുവരികയും അത് വീട്ടാനുള്ള മാർഗങ്ങളിലേക്ക് നമ്മൾ ആക്ഷൻ എടുക്കുകയൊക്കെ ചെയ്യണം. അപ്പോഴേക്കും നമുക്ക് അതങ്ങ് മാറിക്കിട്ടും. ഇങ്ങനെ നമ്മൾ കടബാധ്യതയാണെന്ന് നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കാതിരിക്കുക. എങ്കിൽ തന്നെ കൂടുതൽ ബാധ്യതകൾ ഉണ്ടാകുന്ന കാര്യങ്ങളായിരിക്കും നമ്മുടെ ചുറ്റുവട്ടത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് ഒരിക്കലും ആ ബാധ്യതയിൽ നിന്ന് നമുക്ക് ഒഴിവാകാൻ പറ്റത്തില്ല. തന്നെ നമ്മൾ സമൃദ്ധിയും സന്തോഷമൊക്കെ കൊണ്ടുവന്നാൽ മാത്രമേ അത് റിയാലിറ്റി ആയിട്ടും ഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിലും ഇല്ല, നമ്മൾ സാമ്പത്തികമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ കരകയറി നമ്മൾ സമൃദ്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ചിന്തകൾ കൊടുക്കുകയും നമ്മൾ അഫർമേഷനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ അടുത്ത പദ്ധതികളും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങാൻ പോവുകയാണെങ്കിലും തുടങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാവരുടെയും പറഞ്ഞുകൊണ്ട് നടക്കാതിരിക്കുക. നമ്മളത് വിജയിച്ചതിന് ശേഷം അവരറിയുന്നതെങ്കിൽ അറിയട്ടെ എന്നുള്ള മനോഭാവത്തിലിരിക്കുക. അല്ലെങ്കിൽ നമ്മളെ വിജയം കൊണ്ട് മറ്റുള്ളവർ മനസ്സിലാക്കട്ടെ. അല്ലാതെ അവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇന്ന കാര്യം ചെയ്യും, നമ്മൾ ഇന്ന രീതിയിൽ മുന്നോട്ട് പോകും, നമ്മൾ ഇന്ന പദ്ധതികളെല്ലാം നമ്മുടെ മനസ്സിലുണ്ട്, നമ്മൾ ആ കാര്യങ്ങളെല്ലാം ഈ രീതിയിൽ ചെയ്യും എന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. അത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എല്ലാ ആൾക്കാരെയും പറയും പോലെ നമ്മുടെ ഉയർച്ചയും നമ്മുടെ വിജയമൊക്കെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കില്ല. അഥവാ അങ്ങനെ ആഗ്രഹം ഇല്ലെങ്കിലും അവർ ആ നെഗറ്റീവ് പല ആൾക്കാരും പല സ്വഭാവക്കാരായിരിക്കും. അവർ ആ നെഗറ്റീവ് തോട്ട് നമ്മളിലേക്ക്
പറയുകയും അത് ചെയ്താൽ ശരിയാവൂല, അത് മറ്റൊരു ചെയ്തിട്ട് അത് അങ്ങനെയാണ്, ഇവർ ചെയ്തിട്ട് ഇങ്ങനെയാണ്, ഇത് അവർ ചെയ്തിട്ട് വിജയിച്ചില്ല എന്നൊക്കെ ഉള്ള അവരുടെ മനസ്സിൽ ആ പേടിയും ഭയവും അല്ലെങ്കിൽ ആ കുശുമ്പുന്നായ്മതയും എല്ലാം നമ്മളിലേക്ക് ഇട്ടേരിക്കും. നമുക്കും ആ കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര പേടിയും, നമുക്ക് ഒരു കാര്യം അതിൽ തുടങ്ങാനൊക്കെ ഭയങ്കരമായിട്ട് വിമിഷ്ടമൊക്കെ കാര്യങ്ങളൊക്കെ നേരിടും. നമ്മൾ ആ പദ്ധതി പിന്നീട് നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. ഒരു പദ്ധതിയുണ്ട്, ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി ഇത് നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയിട്ട് നമുക്ക് ആ കാര്യം നേടി കിട്ടിയതായിട്ടും അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് ആ കാര്യം വിജയിച്ചതായിട്ടൊക്കെ മനസ്സിൽ കണ്ട് നല്ല പോസിറ്റീവ് ചിന്ത കൊടുത്തിട്ട് നമ്മൾ ആ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കുക. അതിന് വേണ്ടിയിട്ട് അതിനെക്കുറിച്ചൊന്ന് നന്നായിട്ട് പഠിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുക്കുക. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവും, അതിലെന്താണ് ഫാൾട്ട് വന്നതെന്നൊക്കെ മനസ്സിലാക്കി അത് തിരുത്തി നമ്മൾ ആ കാര്യങ്ങൾ മുന്നോട്ട് മുന്നോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് മനസ്സിൽ നല്ല പോസിറ്റീവ് ചിന്തകൾ കൊടുക്കുക. ആ കാര്യം നല്ല രീതിയിൽ വിജയിച്ച് നമ്മൾ ആ കാര്യങ്ങളൊക്കെ നേടിയതായിട്ടൊക്കെ മനസ്സിൽ പോസിറ്റീവ് ചിന്തകളുണ്ട് നിറച്ച് ആ കാര്യങ്ങൾ ചെയ്ത് വിജയിപ്പിച്ചെടുക്കുക. അത് മറ്റുള്ളവരോടത്ത് നമുക്ക് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. അത് പറഞ്ഞാൽ അത് മാത്രമല്ല, അത് പറയുമ്പോൾ മറ്റുള്ളവരുടെ നെഗറ്റീവ് വേർഡോട് ചിലപ്പോൾ നമ്മൾ ആ പദ്ധതികൾ തന്നെ ഉപേക്ഷിക്കേണ്ടി വരും. അതുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മൾ മാക്സിമം ആരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. അത് അതിനെക്കുറിച്ച് പഠിച്ച് അതിനെക്കുറിച്ച് അറിയാമെന്നുള്ളവരടുത്ത് ആ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ആ കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഒന്ന് നമ്മുടെ മാക്സിമം നമ്മുടെ ദൈവത്തോടൊക്കെ നന്ദി പറഞ്ഞ് നമ്മൾ നന്ദിയുള്ള വ്യക്തികളൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ ആ കാര്യങ്ങൾ സമയത്ത് നമ്മുടെ ദൈവം നമ്മളിൽ അതിലേക്ക് നടത്തിത്തരും. നമുക്ക് ഒരു കാര്യം നമ്മളിലേക്ക് എത്തണമെങ്കിൽ ദൈവം നമുക്ക് അതിന് പ്രാപ്തിയാണ് എന്നുള്ളൊരു കാര്യം എത്തുമ്പോൾ നമുക്ക് അതിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചോളും. നമ്മൾ ആ ഒരു മൈൻഡ് പവറിലൊക്കെ ഉപയോഗിച്ച് നമ്മൾ ആ ഒരു കാര്യം നമ്മളിലേക്ക് അത് നമുക്ക് നല്ലോണം നോക്കിക്കൊണ്ട് പോകാൻ പറ്റും എന്നുള്ള കാര്യപ്രാപ്തി എത്തുമ്പം ദൈവം നമുക്ക് ആ സമയത്ത് നമുക്ക് തന്നോളും. നമ്മൾ ശുഭാപ്തി വിശ്വാസത്തോടെ ആത്മവിശ്വാസത്തോടെ ആ നല്ല പോസിറ്റീവ് ചിന്തയോടെ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അത് വിജയിച്ചിരിക്കും. ഇതായിരുന്നു ഒരു കുഞ്ഞു ട്രിപ്പ്. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. 1 to 1 സെക്ഷനിലൂടെ എന്നോട് സംസാരിക്കണമെങ്കിൽ ഇതിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാനതിൻ്റെ കോൺടാക്റ്റ് നമ്പർ തന്നേക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.